കഥ ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം. പുറത്ത് മഞ്ഞ് വീണ്ടും വീണുകൊണ്ടിരിക്കുന്നു. നേരം പുലരാറാകുന്നതേയുള്ളൂ. എന്തോ വീഴുന്ന ഒച്ച കേട്ടാണ് ഞാൻ ഉണർന്നത്. പാൽക്കാരൻ പാൽക്കുപ്പി വച്ചു കൊട്ടിയതാണ്. പുറത്തേക്കുള്ള ജനൽപ്പാളികളിൽ പറ്റിപ്പിടിച്ചിരുന്ന മഞ്ഞുകണങ്ങളിലേക്ക് നോക്കിയിരുന്നപ്പോൾ ഉള്ളിൽ തൂമഞ്ഞിൻ ചുണ്ടിൽ 1000 മധുകണങ്ങൾ. മൗനത്തിലേക്ക് ഓടി ഒളിക്കാൻ വെമ്പുന്നത് പോലെ, എവിടെയോ ഒളിപ്പിച്ചു വെച്ച ഒരു വിങ്ങലിൻ്റെ നൊമ്പരം പോലെ ആലോചിച്ചങ്ങനെ ഇരുന്നു. എപ്പോഴെന്നറിയില്ല, പഴയ കോളേജ് അന്തരീക്ഷത്തിൻ്റെ മാറിലേക്ക് ഒന്നു ചാഞ്ഞതുപോലെ, പഴയ സഹപാഠികളെയും അടുത്തു കാണുന്നത് പോലെ ഓർമ്മകൾ മിന്നിമറഞ്ഞുകൊണ്ടേയിരുന്നു. അതെ, അവൻ അവിടെ തന്നെ നിൽക്കുന്നു. കാണാൻ ആഗ്രഹിച്ചതും സാമീപ്യം കൊതിച്ചതും അവൻ എന്നെ തന്നെ നോക്കി നിൽപ്പുണ്ട്. പലകുറി ചിന്തിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഇത്ര ക്രൂരതയോടെ പെരുമാറിയത്? അറിയില്ല, എനിക്കറിയില്ല. എൻ്റെ മിഴികൾ നനയുന്നോ? എന്തിനാണ് ജാതി വ്യവസ്ഥയ്ക്ക് അനുസൃതമായി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന കാലഘട്ടത്തിൻ്റെ ക്രൂരത? അതെ, ഉത്തരം പറയുമ്പോൾ പലതവണ ആലോചിക്കണം. ആരെയും വേദനിപ്പിക്കുന്നത് ആയിരിക്കരുത് എന്ന അച്ഛൻ്റെ ഉപദേശങ്ങളും ശരിയാണ്. എങ്കിലും പലതവണ ആലോചിച്ചെടുത്ത മറുപടിയാണ് എൻ്റെ സത്യമെന്ന് ഞാൻ നിശ്ചയിച്ചു. എങ്കിലും അവൻ്റെ സാമീപ്യം ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവനെ കാണുമ്പോഴും അവൻ നടന്നു വരുമ്പോഴും ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജി ഞാൻ അവനറിയാതെ ആസ്വദിച്ചു. എവിടുന്നോ ഒഴുകി വരുന്ന ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ വരികൾ പോലെ അവൻ പാടുമായിരുന്നു. മുടിപ്പൂക്കൾ വാടിയാലെന്തോമനേ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോമനേ, മുഖമൊട്ടു തളർന്നാലെന്തോമനേ, നിന്റെ മനം മാത്രം മാഴ്കരുതെന്നോമനേ. കലാലയ ജീവിതത്തിന് തിരശ്ശീല വീഴാറായപ്പോൾ ഇനി എന്നു കാണുമെന്നോർത്തപ്പോൾ വിങ്ങലിൻ്റെ ആഴം കൂടിക്കൊണ്ടേയിരുന്നു. അവസാനം അവൻ എനിക്കായി എഴുതി, ഓർമ്മയ്ക്കായി എൻ്റെ മിഴിവാർന്ന സ്നേഹസമ്മാനം. അതിൻ്റെ മുകളിലായി കോറിയിട്ടു അതിങ്ങനെ, ആൽബർട്ട് ടെന്നീസണിൻ്റെ വരികൾ. ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് ലവ്ഡ് ആൻഡ് ലോസ്റ്റ് ദാൻ നെവർ ടു ഹാവ് ലവ്ഡ് അറ്റ് ഓൾ. അതും നിന്നെക്കുറിച്ചാകുമ്പോൾ എനിക്കേറെ ഇഷ്ടം. അസൗകര്യങ്ങൾ സൃഷ്ടിച്ചിരുന്ന ആ കാലഘട്ടത്തിലും സുഖം തന്നിരുന്ന ഗതാകാലത്തിലെ സുഖമുള്ള ഓർമ്മകളിലേക്ക് തിരികെ നടക്കുമ്പോൾ ഒരു നനവാർന്ന നൊമ്പരം കുളിരണിയിക്കുന്നു. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം. കഥ എഴുതിയത് ശ്രീമതി ലത നായർ.